നോർത്ത് പറവൂർ ദേശീയപാത 66 നിർമ്മാണത്തിൽ ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കുകയും ജനങ്ങൾ ആവശ്യപ്പെടുന്ന അടിപ്പാതകളും ഡ്രൈനേജ് സംവിധാനവും ഒരുക്കിയില്ലെങ്കിൽ നിർമ്മാണം തടയുന്ന തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ പ്രസ്താവിച്ചു. NH 66 സംയുക്ത സമരസമിതി പറവൂരിൽ നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മുമ്പായ മുഖ്യമന്ത്രിയോട് ഞാൻ നേരിട്ട് സംസാരിച്ചു, അസംബ്ലിയിൽ ഉന്നയിച്ചു, ഹൈബി പാർലമെന്റിൽ ഉന്നയിച്ചു, കേന്ദ്രമന്ത്രിയോടും സംസ്ഥാന മന്ത്രിമാരോടും എല്ലാവരോടും പറഞ്ഞു. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഇവരിത് വേഗത്തിൽ എങ്ങനെയും പൂർത്തിയാക്കണം, അവര് വേറെ ഇത്തരം പരാതികളൊന്നും കേൾക്കണ്ട എന്നുള്ളൊരു ലൈനിലേക്ക് പോയി. അപ്പോഴാണ് MP-യുടെയും എറണാകുളം MLA-യുടെയും നേതൃത്വത്തിൽ ഒരു ഉപവാസ സമരം നടന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ആകെ ഈ പണി തടയണമെന്ന് ആഗ്രഹമില്ല, നമ്മളൊക്കെ ആഗ്രഹിച്ചു വന്ന പാതയല്ലേ ഇത്, പണി തടയും ഇത് ചെയ്തില്ലെങ്കിൽ എന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞത്, പണി തടയുമെന്ന് ഞാൻ പറഞ്ഞില്ല, ഇത് കൃത്യമായി ചെയ്തു കൊടുത്തില്ലെങ്കിൽ പണി തടയേണ്ടി വരും എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിന് ഞാൻ പണി തടയാൻ പോവാണ്, വികസന പ്രവർത്തനം മുഴുവൻ തകർക്കാൻ പോവാണെന്ന് പറഞ്ഞ അസംബ്ലിയിൽ 12 പേരാണ് പ്രസംഗിച്ചത്. ഇത് പറഞ്ഞു ഞാൻ ഭീഷണിപ്പെടുത്തിയൊന്നുമല്ല, ഒരു നിവർത്തിയിലേക്ക് തടയേണ്ടി വരും, സംശയമില്ല കാര്യത്തിൽ. ജനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ ഈ റോഡുള്ളത്, അല്ലേ? അവിടെ നമുക്കത് പറ്റിയില്ലെങ്കിൽ. KV അനന്തൻ മാസ്റ്റർ അധ്യക്ഷനായി. ഹൈബി ഈഡൻ ഫോണിലൂടെ സദസ്സിനോട് സംസാരിച്ചു. മുൻ MP KP ധനപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ, വൈസ് ചെയർമാൻ MJ രാജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരോൺ പനക്കൽ, വരാപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോസഫ്, NH 66 സംരക്ഷണ സംസ്ഥാന കൺവീനർ ഹാഷിം ചെന്നമ്പിള്ളി വിഷയാവതരണം നടത്തി. ജനറൽ കൺവീനർ ജസ്റ്റിൻ എലഞ്ഞിക്കൽ, കൺവീനർ VS ബോബൻ, കോർഡിനേറ്റർ KK അബ്ദുള്ള, തമ്പി മേനാച്ചേരി, ടോമി ചന്ദനപ്പറമ്പിൽ, സുധീഷ് തോപ്പിൽ, ജോസ് തോമസ്, ജോബ് കളത്തിൽ, CS ഷാനവാസ് എന്നിവർ സംസാരിച്ചു. ചേന്നമംഗലം കവലയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ സ്ത്രീകളടക്കം നിരവധി പേർ പങ്കെടുത്തു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.